ഹലോ. അങ്ങനെ കുറച്ചധികം നാളുകളിലെ ശേഷം നമ്മളതാ വീണ്ടും വന്നിരിക്കുന്നു. വെൽക്കം ടു ആർട്ടിസോൺ. സോ ഇന്ന് നമ്മൾ കുറേ നാൾ കാത്തിരുന്ന ടെസ്റ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വി സ്റ്റാർട്ട്. ഇത് കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഇന്ന് കാണുന്നത്. സോ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ 2-3 തവണയിൽ അധികം ചെയ്യുകയാണ് എന്ന് വെച്ചാൽ നന്നാവണില്ലടാ ചേട്ടാനാടാ. സോ ഞാൻ ആർട്ടിസോൺ എന്നൊക്കെ എഴുതി ഇതുപോലൊക്കെ വരച്ച് അവിടെ ഒട്ടിക്കാന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെന്താ അറിയോ, ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലാസ്റ്റ് നിങ്ങൾ നോക്കിയിരുന്നു എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഞാൻ ഒരുപാട് മാറ്റിയിരിക്കുന്നു. ആടാ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ലാസ്റ്റൊക്കെ നോക്കിക്കോളി, ഇതിനൊന്നും ഒരു ബന്ധമില്ലാത്ത ഇതൊരു സാധനമായിരിക്കും ഞാൻ എന്തായാലും അവിടെ ഉണ്ടാക്കി കൂട്ടിച്ചേക്കുക. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു ഡെസ്ക് മേക്കിംഗ് ആണ്. നമ്മൾ ഓരോ ഡ്രീം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുന്നെങ്കിൽ അത് ഞാൻ വെറുതെ ഒന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഡെസ്ക് മേക്കിംഗ് ആണ്. ബട്ട് എനിക്ക് അത് പെട്ടെന്ന് എന്ത് ചെയ്തു അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങളെന്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ റിസൾട്ട് പെട്ടെന്ന് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെത്. പിന്നെ ഞാൻ വാഷി ടേപ്പ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു. ബട്ട് ആ വാഷി ടേപ്പ് ഒട്ടിച്ചൊരു ഭംഗിയിലായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെയാക്കി മാറ്റി. കണ്ടോ, എന്നിട്ട് ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി വലുതാക്കി. ഇനി ഞാൻ പലതും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിസോണൊക്കെ ഞാൻ വാഷി ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചതല്ലോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ആദ്യമായിട്ട് കാണാത്തവരാണെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. എന്നാൽ നമുക്ക് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസിനെയും കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇപ്പം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി അത് ഈ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ കാർഡ്ബോർഡ് ഇവിടെ ഒട്ടിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സോ അങ്ങനെയല്ല, അത് വയലറ്റ് കളറിലാക്കിയിട്ട് വെക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ്. നമ്മളിതുപോലത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. സോ ഇതിപ്പോൾ ഈ ഒരു കണ്ടോ, ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ഇടുക. ആ കാർഡ്ബോർഡ് ഞാൻ വയലറ്റ് കളറാക്കി മാറ്റി കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, അത് തരാം. സോ എന്താ അതന്നെ നമ്മളിവിടെ നിർത്തിയത്. നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയാണ് ചെയ്യുക. അതല്ലെങ്കിൽ എൻ്റെ പോലെ ഇത് ഇഷ്ടപ്പെടില്ല, അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ വളരെ പണിയെടുക്കും കേട്ടോ. പിന്നെ ഞാൻ ആ വാഷി ടേപ്പ് ഒട്ടിക്കാൻ മിനിമം 3 മണിക്കൂർ 2 മണിക്കൂർ വെച്ചു. അതൊരിക്കലും എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒക്കെ ആയിട്ട് പലതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോസ് അധികമൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒന്നും ഈ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് പറ്റുന്ന വീഡിയോസൊക്കെ എടുത്ത് മാക്സിമം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഓർമ്മ കൊടുത്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അത്ര തന്നെ. അപ്പോൾ ഇതൊരു അൺബോക്സിംഗ് ആണ്. നമ്മുടെ ഡെസ്ക് ഡെക്കോറിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനമാണിത്. സോ ഇതെന്താണ് വൈകാതെ കാണാം. യെസ്, ഇതൊരു ലാമ്പാണ്. ഓൾറെഡി കാണുന്നുണ്ടല്ലോ. സോ ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പല വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു ലാമ്പ് ഉറപ്പായിട്ട് കാണും. ഞാൻ എൻ്റെ ഉമ്മാനോട് ഒക്കെ പറഞ്ഞു എനിക്കൊരു ലാമ്പ് വേണമെന്ന്. സോ ലാസ്റ്റ് എനിക്ക് ലാമ്പ് കിട്ടിയിടും, നല്ല അടിപൊളി ലാമ്പ്. പക്ഷേ ഈ ലാമ്പ് വാങ്ങുമ്പോൾ എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ലാമ്പിന് പറയുന്നത് അധികം ഇതൊന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ അധികം വ്യൂസ് അല്ല, റിവ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. വേണവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് പോരാഹ്യമായ കുറച്ച് ഇതൊക്കെ ഡ്രാമാസാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് കാണുന്നത്. കാണാൻ പറ്റാത്തവർ സ്കിപ്പ് ചെയ്ത് അടിച്ച് പോയിക്കോളും. സോ നല്ലതില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ടത്. എന്ന് വെച്ചാൽ നല്ല വെറുത്താണ് കേട്ടോ ഈ ഒരു പ്രൈസിന്. എത്ര പ്രൈസ് എന്ന് വെച്ചാൽ 2
രൂപയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് വേറെ അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് മീഷോ പ്രൊഡക്റ്റാണ്. സോ ദാ ഇതുപോലെ പല പല കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ടച്ചപ്പ് ചെയ്യാതെ ഇതിൽ കളറാവുന്നുണ്ട്. അധികം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഗൈസ്, ഒരു നമ്മളെ പരിപാടിക്ക് എത്താം. ഇതാണ് ഇപ്പം എൻ്റെ ഡെസ്ക് കേട്ടോ. അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ കുറച്ചൊക്കെ. ഞാൻ അധികം ഒന്നും സെറ്റാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ ഡെസ്ക് മേക്കോറിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഹോംമെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലേ. ഇത് അടുത്തൊരു അൺബോക്സിംഗാണ് ഓർഗനൈസ്. ഇതും പല വീഡിയോസിലും കണ്ട് എത്രയോ വർഷം മുമ്പ് എനിക്കൊരു ഓർഗനൈസർ വേണം കരഞ്ഞ് ലാസ്റ്റ് ഇപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രക്കും ഒരു അഫോർഡബിൾ റൈറ്റിന് ഒരു ഓർഗനൈസർ കിട്ടുക എന്ന് പറയുന്നത് ചില കാര്യമൊന്നുമല്ല. 167 രൂപ ആണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. സോ കമൻറ്റിൽ ഇതിൻ്റെതും കൊടുക്കാം കേട്ടോ. അതാ ഈ ലാമ്പ് വാങ്ങിയത് എന്തിനാന്ന് മനസ്സിലായില്ല. അവിടെ ആ ചീരുന്നതിനാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതാ നമ്മളുടേതൊക്കെ ഓർമ്മ ഉണ്ടാവും. ഞാൻ അവിടെ ചില കാർഡ്ബോർഡോട് നിൽക്കണേടും. ഇപ്പം ഞാൻ ആ പേപ്പർ ഒട്ടിച്ചു. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഡെസ്കിലെ ടാബിളൊന്ന് നീറ്റാക്കി വെക്കാം. സോ ദാ ഇത് കുറേ നാൾ ആയിട്ടോ ഈ ഒരു വീഡിയോ പിന്നിട്ടിരുന്ന്. കുറേ ബിസി ആയിരുന്നു. ആദ്യം പറഞ്ഞല്ലോ, വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ വരുന്നത്. എല്ലാവരും വെക്കേഷൻ്റെ മുമ്പായിരിക്കും. ഞാൻ എൻ്റെ മദറിൻ്റെ വീട്ടിലായിരുന്നു. ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് ഞാനൊരു ഹോംമെയ്ഡ് ഉണ്ടാക്കിയ കുറച്ച് ബുക്സൊക്കെ വെച്ചു കേട്ടോ. ഹോംമെയ്ഡായിട്ടല്ല, ഒക്കെ പൊതിഞ്ഞതാണ് കേട്ടോ. പിന്നെ അതൊരു ഓർഗനൈസറും നമ്മളെ ഓർഗനൈസറും അവിടെ വെച്ചു. സോ അതാ ഇതൊരു സ്റ്റോറേജ് ബോക്സാണ്. സോ ഈ സ്റ്റോറേജ് ബോക്സിനുള്ളിൽ മറ്റേ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു നോക്കാം. പിന്നെ വീണ്ടും പറയണം, സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. എന്നിട്ട് അവിടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഞാൻ അതിലേക്ക് കുറേ സ്കെച്ചസ് ഇടുക കേട്ടോ. ഇത് എൻ്റെ ഫാദർ ദുബായിലൊക്കെ പോയപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പെട്ടി മറ്റു പെട്ടി ഉണ്ടാവില്ല, എല്ലാതും ചേർന്ന സ്കെച്ചും പെയിൻറ്റും പെൻസിലും ഒക്കെ വെക്കുന്ന ആ പെട്ടിയിലുള്ള കളേഴ്സാണ് കേട്ടോ. പിന്നെ ഞാൻ തന്നെ വാട്ടർ കളറും പെൻസിൽ കളറും കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഹോംമെയ്ഡായിട്ട് ഉണ്ടാക്കിയ റോസാപ്പൂ കേട്ടോ. ഇതിന് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ എൻ്റെ മെയിൻ ജേർണലിംഗ് ബുക്ക് ഞാൻ അവിടെ വെച്ച് കൊടുത്തു. പിന്നെ ഒരു മിനി നോട്ട്ബുക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സാധനമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീങ്ങിയിരുന്നു. പിന്നെ ബാക്കിയൊന്ന് വാഷിംഗ് ടേപ്പ് അതാ വീട് പോകുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ സാധനം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആയിത്തൊന്നാണ് ഡ്രൈ ക്ലേ വെച്ചിട്ടുണ്ടാക്കി. ഫ്ലവേഴ്സും പിന്നെ കുറച്ച് പെൻസിൽ പെൻ ഹോൾഡറൊക്കെ അതൊക്കെ വെച്ചു. അങ്ങനെ എന്തൊക്കെയൊക്കെ അവിടെ വെക്കുന്നുണ്ട്. പെൻ ഹോൾഡറിലേക്ക് നമ്മൾ പശയും പെൻസിലും പെന്നും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഓൾറെഡി ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ടടാ. എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ഈ വോയിസ് ഓവർ കേൾക്കുന്നത് ഇപ്പം ആരൊക്കെയാണ്. ഈ പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് നാളുമായി പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയില്ലാന്ന്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വേറൊരു സൺഫ്ലവർ ആയിരുന്നു കേട്ടോ. അതവിടെ വെച്ച് നോക്കി. പക്ഷെ അതൊന്നും രസമില്ലായിരുന്നു. പിന്നെ ഇതാ ഒരു അവിടേക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ബാർഗീനെ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ വെക്കാവുന്നില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ എൻ്റെ അടുത്ത് കുറേ സാധനമുണ്ട്, പക്ഷെ അവിടെ വെക്കാനുള്ള സ്ഥലങ്ങളില്ല. സോ അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചപ്പോഴാണ് ഈ ഒരു ഇതിൻ്റെ അടുത്ത് ഓർമ്മ കിട്ടി. അപ്പോൾ ഞാൻ ഈ ബാർബിയൊക്കെ മാറ്റി ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഇങ്ങനത്തെ വാഷിംഗ് ടേപ്പ് അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു ബാർബിനെ അവിടെ കുത്തി കയറ്റിയിട്ട് അതിൻ്റെ തല കണ്ടിട്ട് നിങ്ങൾ ആരും പേടിച്ചണ്ട തന്നെയാണ്. പിന്നെ ഇത് കുറച്ച് എയർ ഡ്രൈ ക്ലേസ് ഞാനിതാ
ഈ ബോക്സിൻ്റെ ഉള്ളിലേക്കും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സെറ്റായ ലാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. സോ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ടോ? കുറച്ചധികം കാലിൻ്റെ ഇതിനാണ്. ആൻഡ് നല്ല രസമുണ്ടോ പറയാൻ മറക്കരുത്. സോ ഇതുപോലെ നമ്മൾ എല്ലാം നൈറ്റ് വ്യൂ കേട്ടോ നിങ്ങളിവിടെ ഇരുന്ന് കാണുന്നത്. എത്രയോ വ്യൂ ഉണ്ടാക്കി, കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് ഇതിലേക്ക് ഒക്കെ ലോങ് വീഡിയോ ആയി മാറുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചാക്കിയതാണ്. സോ കഴിയുന്നതെല്ലാം ഒന്നെടുത്ത് ഇങ്ങനെയാണ് കേട്ടോ. ലാമ്പ് പല കളേഴ്സ് പെറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു കളറാട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടത്. സോ പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി, ആ കാര്യം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തത് ഒരു 9 ഫ്ലവർ പോട്ട്സ് ആയിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കാര്യം മറന്നു. ഞാൻ ഈ ഡെസ്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുമ്പോൾ വന്ന് വെക്കാലോ വിചാരിച്ച് വാങ്ങി വെച്ചായിരുന്നു. സോ അതിനെ ഞാൻ മറന്നുപോയി. പിന്നെ അതിനടുത്ത് ഞാൻ അവിടെ വെച്ചു കേട്ടോ. 9 8 ആയിട്ടുണ്ട്. റൈറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. സോ ഇതിൻ്റെതും കിട്ടുകയാണ്. ഇതൊക്കെ ഏതോ കാലത്ത് തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കണ്ട്. പിന്നെ ഒരു ഫ്ലവർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല, ഒരു 1 2 3 4 5 എടുത്തിട്ടുള്ളൂ.